വന്യജീവി സംഘർഷം മുതൽ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് വരെ ചർച്ചയാവുകയാണ് അങ്കമാലി മണ്ഡലത്തിൽ. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടാണ് UDF സ്ഥാനാർത്ഥി റോജി എം ജോൺ മത്സരത്തിനിറങ്ങുന്നത്. ദീർഘനാൾ പെരുമ്പാവൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച കരുത്തുമായാണ് LDFന്റെ സ്ഥാനാർത്ഥി സജു പോൾ മത്സരിക്കുന്നത്. എന്നാൽ ഇത്തവണ മാറ്റം അങ്കമാലിയിലും ഉണ്ടാകുമെന്നാണ് NDA സ്ഥാനാർത്ഥി പ്രോമി കുര്യാക്കോസ് പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രവേശന കവാടമാണ് അങ്കമാലി. ദേശീയപാതയെയും മലയോര മേഖലയെയും കൂട്ടിച്ചേർക്കുന്ന പ്രദേശം. നെടുമ്പാശ്ശേരി വിമാനത്താവളവും ആദിശങ്കരന്റെ ജന്മദേശമായ കാലടിയും അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരും മണ്ഡലത്തിന്റെ പ്രാധാന്യം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു. 1965 രൂപീകൃതമായ മണ്ഡലം ഇടതു വലതു മുന്നണികളെ ഒരുപോലെ പിന്തുണച്ചിട്ടുണ്ട്. 1967 മുതൽ 80 വരെ 4 ടേമുകളിലായി CPMലെ AP കുര്യനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. 1962 87 കേരള കോൺഗ്രസിലെ MV മണിയും 91 മുതൽ 2001 വരെ കോൺഗ്രസ് പ്രതിനിധിയായ PJ ജോയിയും 2006 മുതൽ 2011 വരെ LDFന്റെ ഭാഗമായി ജോസ് തെറ്റയിലും അങ്കമാലിയിൽ നിന്നും നിയമസഭയിലെത്തി. 2016 മുതൽ കോൺഗ്രസിന്റെ യുവമുഖങ്ങളിലൊന്നായ റോജി എം ജോണാണ് അങ്കമാലി MLA. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുമ്പോൾ ഇനിയും പരിഹാരം കാണാൻ കഴിയാത്തതാണ് മണ്ഡലത്തിലെ ഗതാഗത പ്രശ്നം. ദേശീയപാതയിൽ അങ്കമാലിയിലും കാലടിയിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കഴിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പുതിയ പദ്ധതികളാണ് UDF ഗ്യാരണ്ടി നൽകുന്നത്. 10 വർഷക്കാലം LDFന്റെ ഗവൺമെന്റ് കേരളത്തിൽ ഭരണം നടത്തി. അപ്പോൾ പല കാര്യങ്ങളും അവർ പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ അങ്കമാലി ബൈപ്പാസ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അങ്കമാലി ബൈപ്പാസിനോടൊപ്പം ഏതാണ്ട് 15ഓളം ബൈപ്പാസുകൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ഒന്നുപോലും യാഥാർത്ഥ്യമാക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. കിഫ്ബി പദ്ധതിയാണ്. കിഫ്ബി പദ്ധതിയൊക്കെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിയെടുക്കണം. UDF എല്ലാ കാലത്തും വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിൽക്കുമ്പോൾ എറണാകുളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ ഈ വ്യവസായ നഗരിയുടെ മുഖച്ഛായ മാറ്റിയ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയത് UDFന്റെ കാലഘട്ടത്തിലാണ്. റവന്യൂ അവകാശങ്ങൾക്കായി അങ്കമാലിയിലെ ജനങ്ങൾക്ക് ജില്ലാ കേന്ദ്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. റവന്യൂ തലത്തിൽ അഴിച്ചുപണികൾ നടത്തുമെന്ന് LDF വാഗ്ദാനം ചെയ്യുന്നു. 15 വർഷം പെരുമ്പാവൂരിൽ MLA ആയിരുന്ന പരിചയസമ്പന്നതയുമായാണ് LDFന്റെ സാജു പോൾ അങ്കമാലിയിലേക്ക് മത്സരത്തിനായി എത്തുന്നത്. മറ്റു പല മണ്ഡലങ്ങൾക്കും ഇല്ലാത്ത നിരവധി പ്രത്യേകതകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ചാലക്കുടി പുഴയും പെരിയാറും 2 അതിർത്തികളിലുണ്ട്. സംസ്കൃത സർവകലാശാല, കാലടി, മലയാറ്റൂർ എന്ന് പറഞ്ഞാൽ തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണല്ലോ. തൊട്ടടുത്ത് വിമാനത്താവളം, ഇനി ശബരി റെയിൽപാത, മെട്രോ റെയിൽവേ, ഇതൊക്കെ വരണ്ടാണ്. അപ്പോഴും കുറേ പരിമിതികൾ. ഇപ്പോൾ മലയോര മേഖലയിലെ ഈ വന്യജീവി പ്രശ്നങ്ങൾ, തോട്ടം രംഗത്ത്, ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പരമ്പരാഗത രംഗത്തൊക്കെ ഉള്ള കുറേ വിഷയങ്ങൾ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആളുകളുമായിട്ട് സംവേദിക്കുകയും, ഇപ്പോൾ വന്യജീവി ആക്രമണമൊക്കെ വളരെ രൂക്ഷമായ പ്രശ്നമാണ്. ഇപ്പോൾ റവന്യൂ സംവിധാനം ഫോർട്ട് കൊച്ചി ഡിവിഷനിലാണ്, പിന്നെ ആലുവ താലൂക്കാണ്. വില്ലേജുകളും താലൂക്കുകളും ഒക്കെ പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു പ്രാധാന്യം അങ്കമാലിക്ക് ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു പരിശ്രമം നാളെ തന്നെ നടപ്പാക്കുമെന്നുള്ളതല്ല. ഇടതു വലതു മുന്നണികളെ മാറി മാറി പിന്തുണച്ച മണ്ഡലത്തിൽ ഇക്കുറി മാറ്റമുണ്ടാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. BJP 2020 സഖ്യം മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി പ്രോമി കുര്യാക്കോസ് പ്രതീക്ഷ അർപ്പിക്കുന്നു. വികസനമാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. മാറാത്തതും മാറും എന്നുള്ളതാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം തന്നെ. അത് മാറ്റാൻ വേണ്ടിയാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് അങ്കമാലിയിൽ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. നിങ്ങൾക്കറിയാം, അവിടെ ബൈപ്പാസ് വരുന്നതുകൊണ്ട് വന്നിട്ടില്ല. അങ്കമാലിക്ക് ഒരു ടൗൺ ഹാളില്ല, ഒരു പബ്ലിക് ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല, അങ്ങനെ എന്താ പറയണേ, യുവാക്കൾക്ക് വേണ്ടിയിട്ടൊരു കാര്യങ്ങളില്ല. അപ്പോൾ ഇതൊക്കെ അങ്കമാലി ബൈപ്പാസ് വരുന്നതുകൊണ്ട് എത്രയോ വർഷങ്ങളായി വികസനത്തിൻ്റെ കാര്യത്തിലൊരു മുരടിപ്പാണ്. അപ്പോൾ എന്തെങ്കിലും മാറണം, അങ്കമാലിയിൽ മാറി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കണേ. അതിന് വേണ്ടിയിട്ടാണ്, വികസനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ മുന്നേറ്റം. അങ്കമാലി മുനിസിപ്പാലിറ്റി മലയാറ്റൂർ, നീലീശ്വരം, കാലടി, അയ്യമ്പുഴ, മഞ്ഞപ്ര, തുറവൂർ, മൂക്കന്നൂർ, കറുകുറ്റി, പാറക്കടവ് എന്നീ പഞ്ചായത്തുകളും ചേരുന്നതാണ് അങ്കമാലി മണ്ഡലം. ഇതിൽ അയ്യമ്പുഴയിൽ മാത്രമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡും UDF ക്യാമ്പിന് പ്രതീക്ഷയേകുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.